നിങ്ങളുടെ കുട്ടികൾക്ക് ചെയ്യുന്ന 3 തെറ്റുകൾ അത് നിങ്ങളെ തന്നെ ഒബ്സർവ് ചെയ്യാം. നിങ്ങളുടെ കുട്ടികളടുത്ത് നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. ഒന്നാമത്തെ കാര്യം കമ്പാരിസൺ. നിങ്ങളുടെ കുട്ടീനെ വേറൊരു കുട്ടിയായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. ഓരോ കുട്ടികളും യുണീക്കാണ്. അവരവർക്ക് എന്താണോ പറ്റുന്നത് അതാണ് ചെയ്യുന്നത്. അവർക്ക് പഠിക്കാൻ മോശമാണെങ്കിൽ ഇഫ് ദേ ആർ പാഷനേറ്റ് ഇൻ സ്പോർട്സ്, മ്യൂസിക്, ഡാൻസ്, കലയായിട്ടാണോ കായികത്തിലാണോ അവർക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അവരെ ആ തരത്തിലോട്ട് ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ് ഒരു പാരന്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന, അവരുടെ ലൈഫിനെ ഫ്രൂട്ട്ഫുൾ ആക്കാൻ പറ്റുന്നത് നിങ്ങൾക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. അല്ലാതെ ഒരു IAS നിങ്ങളുടെ ഡ്രീം എന്തായിരുന്നോ അതിനെ കുട്ടികളുടെ മേലയിലോട്ട് അടിച്ചമർത്താതിരിക്കുക. സ്റ്റോപ്പ് കമ്പാരിസൺ. രണ്ടാമത്തത് വാലിഡേഷൻ. നിങ്ങളുടെ വാലിഡേഷൻ ഒരിക്കലാവരുത് കുട്ടികളുടെ ഫൈനൽ ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങളെ പ്ലീസ് ചെയ്യുക. LKGയിലോ UKGയിലോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് 1 മാർക്ക് കുറയുമ്പോൾ എങ്ങനെ അച്ഛനും അമ്മേനെ പ്ലീസ് ചെയ്ത് അത് സംസാരിക്കാം എന്നായിരിക്കും കുട്ടികൾ ചിന്തിക്കുന്നത്. ബിക്കോസ് ദേ നീഡ് എ വാലിഡേഷൻ ഫ്രം യു. അതുകൊണ്ട് തന്നെ ഇവരൊരു പീപ്പിൾ പ്ലീസേഴ്സ് ആയി മാറുവാണ്. നിങ്ങളാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ ഒരു നോ പറയാൻ പറ്റാത്തതും അല്ലെങ്കിൽ ഒരു സെൽഫ് വർത്ത് ഇല്ലാതെ ആക്കുന്നതും ഒക്കെ അത് തുടങ്ങുന്നത് പാരൻസിൽ നിന്നാണ്. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു നിങ്ങളുടെ ഒരു എന്താ പറയുക വാലിഡേഷൻ അല്ല ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കുഞ്ഞുങ്ങൾ എന്താണോ അതിനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കുക. ആൻഡ് ദ തേർഡ് തിങ് എന്ന് പറയുന്നത്, ഒരിക്കലും കുഞ്ഞുങ്ങളെ എപ്പോഴും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ജയിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കണ്ട. കുഞ്ഞുങ്ങൾ തോറ്റോട്ടെ, അവര് തോറ്റ് പഠിച്ചോട്ടെ. അവർക്കല്ലെങ്കിൽ തോൽവി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ആദ്യം വരുന്നത് പോയി ആത്മഹത്യ ചെയ്യാം. കാരണം അവർക്ക് തോൽവി ശീലമില്ല. പാരൻസ് എപ്പോഴും സപ്പോർട്ടിംഗ് ആയിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ പാരൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ അറിയില്ല. ആ തരത്തിലാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. അതുകൊണ്ട് തന്നെ അവർ തോറ്റെന്ന് പറഞ്ഞിട്ട് യാതൊന്നും ഇവിടെ സംഭവിക്കാനില്ല. അവർ തോറ്റ് തന്നെ പഠിച്ചോട്ടെ. ആ ഒരു ബോധം കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കുക. തോൽവി എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു പ്രോബ്ലം അല്ല എന്നുള്ളത് ആ ഒരു മൈൻഡ് സെറ്റോടെ കുഞ്ഞുങ്ങൾ വളർന്നാൽ മാത്രമേ നമ്മളില്ലെങ്കിൽ ഈ ഭൂമിയിൽ കുഞ്ഞുങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന ആത്മഹത്യകളും ഒക്കെയും ധാരാളം ഇപ്പോൾ സംഭവിക്കുന്നത്. സോ ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരുത്തുക. ആൻഡ് നിങ്ങളും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യുക. എങ്കിൽ മാത്രമേ ഒരു നല്ലൊരു ഹാർമണി ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് 2 പേർക്കും അല്ലെങ്കിൽ ഇനി വരുന്ന ജനറേഷനിലും ഇതുണ്ടാവാൻ പറ്റുന്നത്. അത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ആവുന്നത്. ഒരുപാട് ഫാമിലീസ് ഇതൊന്നും അറിയാതെ ബ്രോക്കൺ ആയിട്ടുള്ള ഫാമിലീസ് ഉണ്ട്. അവിടെ വളരുന്ന കുഞ്ഞുങ്ങൾ ഇവർക്കൊക്കെ ഒരു വാലിഡേഷൻ, ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ക്രേവ് ചെയ്ത കുഞ്ഞുങ്ങളായിട്ടാണ് വളർന്നേക്കുന്നത്. ഇപ്പോൾ നമ്മൾക്ക് ഇത്രയും അറിവ് വെക്കുന്ന സമയത്ത്, അതായത് ഒരുപാട് മീഡിയാസ് ഇൻഫ്ലുവൻസ് കൊണ്ട് നമുക്ക് ഒരുപാട് നോളജ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ഇനി വരുന്ന ജനറേഷനെ അവരുടെ ലൈഫ് ജീവിച്ചോട്ടെ. ഒരിക്കലും പാരൻസിന്റെ ലൈഫ് അല്ല കുഞ്ഞുങ്ങൾ ജീവിക്കേണ്ടത്. അവരെ അവരുടെ ഫ്രീഡത്തിന് വിടാം, അവരുടെ സന്തോഷത്തിന് വിടാം. പക്ഷെ എന്തുവാണെങ്കിലും നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അവർക്ക് ബിൽഡ് ചെയ്യേണ്ടത് അത് നമ്മുടെ ഫാമിലിക്കകത്തുനിന്ന് തന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട് അനുസരിച്ചിരിക്കും അവർ നമ്മൾ പറയുന്നതിനകത്തുള്ളൊരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തി കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു ഇമ്പോർട്ടൻസും ഇല്ലാതായിയാണ് മാറുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾ എപ്പോഴും ഫ്രണ്ട്സ് പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുന്നതും മറ്റുള്ളവർ പറയുന്നത് അവർക്ക് പറ്റുന്നതും പാരൻസ് പറയുന്നത് അവർക്ക് തീരെ ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കുറെ കുഞ്ഞുങ്ങളുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് കിട്ടേണ്ട അക്സെപ്റ്റൻസ് അവർക്ക് കിട്ടുന്നില്ല. അവരെപ്പോഴും ഒരു പ്ലീസർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പാരൻസിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പേടിച്ചാണ് അവർ കഴിയുന്നത്. സോ അത് അവിടുന്ന് അത് കട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ഫാമിലിന്റെ ആ ബ്യൂട്ടി അത് പുറത്തു കൊണ്ടുവരിക, പാരൻസും കുഞ്ഞുങ്ങളുമായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇനി അടുത്ത ജനറേഷനെയും നമ്മൾ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ അടുത്ത ജനറേഷനും ബിൽഡായി തന്നെ വരും. സോ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു പാരന്റ്ഹുഡ് നിങ്ങൾക്കും കിട്ടും, ചൈൽഡ്ഹുഡ് കുട്ടികൾക്കും കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾക്ക് ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻ ബിറ്റ്വീൻ പാരന്റ്സ് ആൻഡ് കിഡ്സിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഹാപ്പി ദിവസം.